പലരും റൊമാൻറ്റിക് ഹീറോ എന്ന് പറയും. ചിത്ര പറയും പുള്ളിക്ക് ആരാണ് ഈ പേര് കൊടുത്തത്, ആരാണ് ഈ പേരിട്ട്, എനിക്ക് അവരൊന്ന് കാണണമെന്ന് പറയും. ഏതെങ്കിലും ഒരു പോയിന്റിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? റിഗ്രറ്റ് ഒക്കെ ഉണ്ട്. ബിക്കോസ് എവിടെയോ ഒരു കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ എന്തോ എവിടെയോ തെറ്റിപ്പോയി. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ് അറിയില്ല. പക്ഷെ ഇപ്പം എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കാറില്ല, എന്താണെന്ന് അറിയില്ല. നമസ്തേ ആൻഡ് വെൽക്കം ടു ഓണം എപ്പിസോഡ്. നമസ്തേ. അപ്പം ഞാൻ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്ത ഇൻട്രോ എന്ന് പറയുന്നത് എനിക്ക് അഹങ്കാരത്തോടു കൂടി അങ്കിൾ എന്ന് വിളിക്കാൻ പറ്റുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലവർ ബോയ് ശങ്കർ എന്നൊക്കെ പറയണമെന്നായിരുന്നു. പിന്നെ ആദ്യമേ തന്നെ കുറച്ച് അങ്ങനെയൊന്നും വേണ്ട, കുറച്ച് ഡീസൻസി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് മാറ്റിയതാണ്. അങ്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, യെസ്, ഫുൾ പെർമിഷൻ ഗ്രാൻഡഡ്. യെസ്. പക്ഷേ അങ്കിളുടെ വിളിക്കും ഉറപ്പായിട്ടും. അല്ല, ഇപ്പം അങ്കിളുടെ സ്റ്റാർഡത്തെയൊക്കെ പറ്റിയിട്ട് നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. സോ എനിക്ക് ചോദിക്കാനുള്ളത് ആൻറ്റിയുടെ അടുത്താണ്. അങ്കിൾ എങ്ങനെയാണ് വീട്ടിൽ, ആക്ടർ ശങ്കർ വീട്ടിൽ എങ്ങനെയാണ്? ലവർ ബോയ് ആണോ? ഒട്ടുമല്ല. എൻ്റെ ഒരു ഈ പല സ്ഥലത്തും പോകുമ്പോഴേ ഇങ്ങനെ പല റൊമാൻറ്റിക് ഹീറോ എന്ന് പറയും. ചിത്ര പറയും പുള്ളിക്ക് ആരാണ് ഈ പേര് കൊടുത്തത്, ആരാണ് ഈ പേരിട്ട്, എനിക്ക് അവരൊന്ന് കാണണമെന്ന് പറയും. എന്താ അങ്കിൾ ഭയങ്കര സൈലന്റ് ആണോ? സൈലന്റ് അല്ല, നമുക്കിപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ ഈ സിനിമയിൽ കാണിക്കുന്ന മാതിരി ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും പക്ഷെ കുറെ കൂടെ വീട് വേറെ, റൊമാൻറ്റിക് സ്റ്റൈലൊക്കെ ഉണ്ടോ? ഒട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അങ്കിൾ വീട്ടില്? വെരി സൈലന്റ്. കണ്ടോ, ഞാൻ പറഞ്ഞ സൈലന്റ് ആണ്. ഭയങ്കര സൈലന്റ് ആണ്. എന്നെ മാതിരി അല്ല, ഞാൻ ഒട്ടും സൈലന്റ് അല്ല. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് കോമ്പിനേഷൻ ആണോ? ആ, ആയിരിക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമല്ല, ഞാൻ സൈലന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എന്ത് വേറെ എന്ത് ചെയ്യാനാണ്, സൈലന്റ് ആയിട്ടിരിക്കും. ആ, എക്സ്പ്രസീവാ. ഓക്കെ, കാരണം കണ്ണുകൊണ്ടും ലുക്ക് കൊണ്ടൊക്കെ റൊമാൻസ് ഒക്കെ പഠിപ്പിച്ച ഹീറോ ആണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എക്സ്പ്രസീവ് ആവണമല്ലോ. ആ, കുറച്ചൊക്കെ എക്സ്പ്രസീവ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് എങ്ങനെയായിരുന്നു? നമ്മൾ മീറ്റ് ചെയ്തത് ആക്ച്വലി ശങ്കർ ഒറ്റപ്പാലത്ത് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഞങ്ങളൊരു കോമൺ, എൻ്റെ അച്ഛൻ ഒറ്റപ്പാലത്തു നിന്നാണ്, അമ്പലപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ജനിച്ചത് തൃശ്ശൂർ കേച്ചേരി ആണെങ്കിലും പക്ഷേ അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിത്രയുടെ അവിടെ എല്ലാവരെയും അറിയാം, നമുക്കെല്ലാം ഒരു ബന്ധമുണ്ട്. പിന്നെ അങ്ങനെ മീറ്റ് ചെയ്തു. പക്ഷെ ഒരിക്കലും നമ്മൾ വേറെ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഫോമായി, അത്രയേ ഉള്ളൂ. പിന്നെ വെൻ വി ഗോട്ട് മാരീഡ്. ആ ഡിസിഷനിലേക്ക് എങ്ങനെ എത്തിയേ? അല്ല, അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വലിയ റൊമാൻസോ അങ്ങനെയൊന്നുമല്ല. അത് നമ്മളെല്ലാം ഒരു സർട്ടൻ ഏജ് ക്രോസ് ചെയ്തവരാണല്ലോ. അപ്പോൾ നമുക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് മുമ്പിൽ കാണുന്നത്. ഹൗ വി ക്യാൻ ഗോ ഫോർവേഡ്, അങ്ങനെ ആണ് ഞാൻ ചിന്തിച്ചത്. എനിക്ക് ചോദിച്ചു. അത് തന്നെയായിരുന്നു എനിക്കും. കാരണം ഞാൻ UK യിലാണ്. അപ്പോൾ എനിക്ക് ഡാൻസ് സ്കൂൾസാണ്. പിന്നെ ആ ഡാൻസ് സ്കൂളിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം ഞാനത് ശങ്കറിനോട് പറഞ്ഞു. അതെ, 2 പോയിന്റ് കിട്ടി. 1 അങ്കിൾ എക്സ്പ്രസീവ് ആണെന്ന് കിട്ടി, 2 അങ്കിൾ സപ്പോർട്ടീവ് ആണെന്ന് കിട്ടി. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു 10 പോയിന്റ്സ് എനിക്ക് എടുക്കണം അങ്കിളിനെ പറ്റിയിട്ട്. ഓണത്തിനെ പറ്റി പറയുമ്പോൾ എന്താണ് ഇത്തവണത്തെ ഓണം പ്ലാൻസ്? ഞാൻ ഓണത്തിന് ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നണം ഓണമായിട്ട് ഞാൻ നാട്ടിലുള്ളത്. യൂഷ്വലി ഓണം ദിവസം ഞാൻ ട്രാവൽ ചെയ്യുക തിരിച്ച് UK ക്ക്. അത് നമുക്കവിടെ ഒരുപാട് ഷോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഓണം കുറച്ച് നേരത്തെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പ്ലാനൊന്നുമില്ല. നമ്മൾ നാട്ടിൽ പോവും, എൻ്റെ സിബ്ലിങ്സും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന മാതിരി ഒരു ലഞ്ച്, അത്രയേ ഉള്ളൂ. അങ്കിളിനോട് ഞാൻ 3 സെറ്റിലെ ഓണം ചോദിക്കാം. ഫസ്റ്റ്, അങ്കിളിൻ്റെ ചൈൽഡ്ഹുഡ് ഓണം എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചും ജനിച്ചത് തൃശ്ശൂർ കേച്ചേരി ആണെങ്കിലും ഞാൻ പഠിച്ചു വളർന്നൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ ഈ ഇതുപോലെ മലയാളി അസോസിയേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ബിസിയായിരുന്നു. അപ്പോൾ അവർ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ഡാൻസ്, പാട്ട്, ചെറിയ ചെറിയ സ്കിറ്റുകൾ, ഇതൊക്കെയായിട്ട് നമ്മളൊരു വലിയ ആ ഒരു സമയത്ത് ഒരു വലിയ ആഘോഷമായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ ഓരോ ഓണത്തിനും ഓരോ സെലിബ്രിറ്റീസിനെ അവർ കൊണ്ടുവരും. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സെലിബ്രിറ്റി മധുസാറാണ്. ഒരു ഓണത്തിന് അവിടെ വന്നത്. അപ്പോൾ
മേ ബി അതൊക്കെ ആയിരിക്കണം നമുക്ക് പുള്ളിയെ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്ങും, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതായിരുന്നു തുടക്കകാലത്ത് ഓണം. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ 2-3 പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുണ്ട് ഓണ സമയത്ത്. അച്ഛൻ നാട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പം ശരിക്കും ഞങ്ങളുടെ ഓണം ഒറ്റപ്പാലത്താണ്, തൃശ്ശൂരല്ല. ബിക്കോസ് അവിടെ വളരെ കുറച്ച് കസിൻസൊക്കെ ഉള്ളൂ. പക്ഷെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞിങ്ങനെ നിറഞ്ഞു കിടക്കുക കസിൻസും അങ്കിൾസും ആൻറ്റീസും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഓണം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പക്ഷെ അധികം ഞാൻ പറഞ്ഞതുപോലെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ വലിയ മലയാളി അസോസിയേഷൻസ് അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓണമാണ്. പിന്നെ രണ്ടാമത് സിനിമയിലേക്ക് വന്നു. സിനിമയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഓണം എന്നൊക്കെ പറയുന്ന ആ ഒരു സെലിബ്രേഷനൊക്കെ ആ സമയത്ത് വളരെയധികം കുറഞ്ഞു. അതിൻ്റെ കാരണം ആർക്കും സമയമില്ല, എല്ലാവരും ഓരോ ഷൂട്ടിലായിരിക്കും. അപ്പോൾ ആ ഷൂട്ടിംഗ് എവിടെയാണ് നടക്കുന്നത്, ആ ഷൂട്ടിങ്ങിൽ ആരാണ് ക്രൂ, ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, അവരൊക്കെ ആയിട്ടുള്ള ഒരു ഓണമായിരിക്കും. ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്, സദ്യ കഴിക്കുക, അതാണ് നമ്മുടെ മെയിൻ. പൊതുവെ ഫെസ്റ്റിവൽസ് ഒക്കെ എങ്ങനെയാണ് സെറ്റുകളിൽ ആ ടൈമിൽ? സെറ്റുകളിൽ ഫെസ്റ്റിവൽ എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ഒരു ഫിലിം എടുക്കുന്നു, അയാൾക്ക് അതിന് സമയം കളയാനില്ലല്ലോ. സോ ആ ഒരു 1 hour, ദാറ്റ് ഈസ് ഉച്ചയ്ക്ക് ഒരു 1 hour നമ്മൾ ശരിക്കും സദ്യയായിട്ടും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യും. അത്രയേ ഉള്ളൂ ഓണം. അല്ലാതെ അല്ലാത്ത ഓണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സെറ്റിൽ മാത്രമല്ല, നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് മേ ബി ഫാദറും പേരൻസായിട്ട് ഓണമായിരിക്കും. ഇപ്പോൾ ആൻറ്റി അങ്ങനെ എവിടെയും വന്നിട്ടൊന്നുമില്ലല്ലോ, ലൈക്ക് ഫേസ് എവിടെയും കൊടുത്തിട്ടില്ല. ഈ ഭയങ്കര ബിഹൈൻഡ് ദ സീൻസിൽ നിൽക്കുന്ന ആളാണ്. സോ ആൻറ്റിയുടെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. സോ നമുക്ക് ദക്ഷിണയെ പറ്റി സംസാരിക്കാം. ഞാൻ UK പോയിട്ടിപ്പോൾ 27 ഇയേഴ്സായി. ഞാൻ 25 ഇയേഴ്സായിട്ട് ഉള്ള ഡാൻസ് സ്കൂളാണ് ദക്ഷിണ UK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയത് 3 കുട്ടികളെ വെച്ചിട്ടാണ് 25 കൊല്ലം മുമ്പേ. ഇപ്പോൾ എനിക്ക് മോർ ദാൻ 300 സ്റ്റുഡൻസായി, വെൽ എസ്റ്റാബ്ലിഷ്ഡായി. വേറെ 2-3 ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനിൽ നമ്മൾ പാട്ട്, പിന്നെ വയലിൻ, ഗിറ്റാർ ഒക്കെ നാട്ടിലത്തെ മാഷുമാരാണ് അത് നമ്മൾ ചെയ്യുന്നത്. ദക്ഷിണയുടെ പേരിലാണ് ചെയ്യുന്നത്. അപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ്, അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഓണം ഡിഷസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ആൻറ്റി ഓണം ഡിഷസ് കുക്ക് ചെയ്യുന്നതിൽ അങ്കിളിന് ഏതാ ഇഷ്ടം? അല്ല, ചിത്ര നല്ലൊരു കുക്കാണ്, എല്ലാം നന്നായിട്ട് ചെയ്യും. അപ്പോൾ അത് സദ്യ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ UK ആയിരിക്കുന്ന എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും കുറച്ച് കൊണ്ടുവരും. പക്ഷേ ഒരു മേജർ ഡിഷസ് ചിത്ര തന്നെ ഉണ്ടാക്കുന്നത്. അത് രാവിലെ തുടങ്ങിയ 2-3 hours കൊണ്ട് അത് തീരും. എങ്ങനെയത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്ര ഫാസ്റ്റാണ്. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, ആരും അടുത്തൊന്നും പോയി നിൽക്കരുത്, നമ്മളെയും പിടിച്ച് അതിനകത്തിട്ട് കറിയാക്കി കളയും. അങ്ങനെയല്ല, നമുക്കിപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പോൾ ഇതുണ്ടല്ലോ. നമുക്കിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനുള്ള ചോപ്പർ ഉണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിലാണല്ലോ നമ്മളിരുന്ന് നൈഫ് വെച്ച് കട്ടിങ് ബോർഡ് വെച്ച്. അപ്പം അവിടെ എന്നല്ല, ഇപ്പം എല്ലാവിടെയും ഉണ്ടല്ലോ സൗകര്യം. പിന്നെ ഇപ്പം എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ അവിടെ UK പോലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓണം നമുക്കിപ്പോൾ ഒരു അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഫ്രോസൺ കിട്ടൂല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുക്കിംഗ് ഇസ് ക്വൈറ്റ് ഈസി നൗ ഡേയ്സ്. അപ്പം അത് വലിയ പ്രോബ്ലം ഇല്ല എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എസ്പെഷ്യലി നോൺ വെജ്. ഇനി നേരെ തിരിച്ചു പറഞ്ഞാലോ, അങ്കിളിൻ്റെ കുക്കിംഗ് സ്കിൽസ്? അങ്കിൾ സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അല്ല, ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ്. ബിക്കോസ് ഞാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്കാണ് താമസിച്ചത്. ഞാനും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല ശ്രീനാഥൊക്കെ, ഞങ്ങൾ റൂംമേറ്റ്സായിരുന്നു. അപ്പം ഞങ്ങൾക്കന്ന് ഹോട്ടലിൽ കഴിച്ച് മടുക്കുമ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിഷസ് ഉണ്ടാക്കി. പക്ഷേ അതൊരു പാഷനാണ്, അത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെയൊക്കെ കുറേ ഇന്ന് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ അതിനകത്ത് കൊണ്ടുവരാൻ നോക്കും. അതെന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത്. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് അതൊരു ഇൻട്രസ്റ്റ് ആണ് അത്രയുള്ളൂ. പക്ഷെ ഇപ്പം എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കാറില്ല, എന്താണെന്ന് അറിയില്ല. അത് എന്താന്ന് വെച്ചാൽ കുക്കിംഗ് ചെയ്യും, പക്ഷെ അത് ക്ലീനിങ് ഞാനാണ് ചെയ്യേണ്ടത്. അത് ക്ലീൻ ചെയ്യണം, അതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനൊക്കെ ആണെങ്കിൽ ഒരു കുക്കറും ഒരു വെസലും 1-2 ഇതിൽ ഞാൻ കുക്കിംഗ് ഫിനിഷ് ചെയ്യും. പക്ഷെ പുള്ളി അങ്ങനെയല്ല,
എല്ലാത്തിനും ഓരോന്ന് വേണം. പിന്നെ ഇത് ഫുൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് എനിക്ക്. അപ്പം ഞാൻ പറയും കുക്ക് ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയും. ക്ലീനിങ് ആലോചിച്ചിട്ട് കേട്ടോ, പക്ഷെ കുക്കിംഗ് നന്നായിട്ട് ചെയ്യും. ഇനി ഫിലിം സ്കൂളിനെ പറ്റി പറയുമ്പം എനിക്ക് പേഴ്സണലി ക്യൂരിയോസിറ്റി ഉള്ളൊരു തിങ്ങാണ്, എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നത്? ഞാൻ പഠിച്ചത് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബേഴ്സ് സ്കൂൾ ഓഫ് ആക്ടിങ്ങിലാണ്. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെയൊക്കെ ഒരു അട്രാക്ഷൻ അന്ന്, അപ്പോൾ ഞാൻ ഇന്ന് ഋഷികേശ് എന്ന സ്ഥലത്താണ് അച്ഛൻ. അന്നത്തെ എൻ്റെ അട്രാക്ഷൻ നീ ഇതിലേക്ക് വരാൻ അത് രജനീകാന്തായിരുന്നു. രജനീകാന്ത് അവിടെ പഠിച്ചത്, ഫസ്റ്റ് ബാച്ചിൽ രജനീകാന്ത് പഠിച്ചു. അപ്പോൾ അന്ന് ഇതിൻ്റെ പബ്ലിസിറ്റിയൊക്കെ വരും, രജനീകാന്ത് അവിടെ പഠിച്ചാണ്. പിന്നെ ശ്രീനിവാസൻ അവിടെ പഠിച്ചാണ്, ശ്രീനിവാസ് രജനീകാന്തിൻ്റെ നെക്സ്റ്റ് ബാച്ചായിരുന്നു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ, ജോസ് പുള്ളിയൊക്കെ അവിടെ പഠിച്ചാണ്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന വെച്ചാൽ ബേസിക്കലി ഇതെന്താണ്, നമ്മുടെ ഉള്ളിലുള്ളൊരു ഫിയർ കളയുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ടാലൻ്റ് ഉണ്ടോ ഇല്ലയോ, നമുക്കൊരു എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ലെസൺ തരും നമ്മളന്ന് ചെല്ലുമ്പോൾ മാഷ്, ഇതാണ് നിങ്ങളിന്ന് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു 8 10 പേരുടെ മുമ്പിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഫിയർ പോവുകയാണ്. ബേസിക്കലി സിനിമയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ക്യാമറ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് ഫീൽ ചെയ്യരുത്. അതാണ് അവിടുത്തെ ബേസിക് ട്രെയിനിങ്. പിന്നെ അതേപോലെ നമുക്ക് സ്റ്റണ്ട് ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്. ഡാൻസ് ഒന്നും ഒരു മാഷ് വന്ന് പഠിപ്പിക്കലൊന്നുമല്ല, അതെല്ലാവരും ഒരു മ്യൂസിക് ഇടും, കുറേ ഡാൻസ് ചെയ്യും, അവരവരുടെ സ്റ്റൈലിൽ ചെയ്യും. സ്റ്റണ്ട് മാഷ് വരും, കുറച്ചൊക്കെ നമുക്ക് അതിൽ നിന്നൊരു ട്രെയിനിങ് കിട്ടും. അതാണ് ഞാൻ കണ്ടത്. പിന്നെ ഇത് എവിടെ പഠിച്ചാലും നമ്മുടെ തലയിലെഴുത്തെന്ന് പറയുന്ന ഒന്നുണ്ട്, അതാണ് ഫൈനലി. ആൻറ്റി ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല, കാരണം എനിക്കറിയാം പുള്ളി ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്ന്. എടുക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. കാരണം നമുക്ക് UK തന്നെയാണല്ലോ പണി. അല്ല, ഞാൻ ചിത്ര വിട്ടുപോയൊരു കാര്യമുണ്ട്. ചിത്ര ആക്ച്വലി ഒരു ഡാൻസ് ടീച്ചറായിട്ടല്ല UK പോയത്, ട്രാവൽ കൺസൾട്ടൻ്റ്. ഞാൻ ട്രാവൽ കൺസൾട്ടൻ്റ് ആണ് ആക്ച്വലി. അങ്ങനെ ജോബായിട്ട് ഞാൻ പോയതാണ്. അവിടെ പോയപ്പോൾ നമുക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ അവിടെ അന്ന് വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ UK വെറുതെ ഇരിക്കുക. അപ്പം അങ്ങനെ ഞാനൊരു പാഷൻ വെച്ചിട്ട് തുടങ്ങിയതാണ്, ഒരു 3 പിള്ളേരെ വെച്ചിട്ട്. ആൻറ്റി ചൈൽഡ്ഹുഡിൽ പഠിച്ചിട്ടുണ്ട്? പിന്നെ ചിത്രയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ചിത്രയുടെ സിസ്റ്ററൊക്കെ, എൽഡർ സിസ്റ്ററൊക്കെ ഉഗ്രൻ ഡാൻസറാണ് അവർ. അതേമാതിരി പക്ഷെ അവരാരും അത് മുമ്പോട്ട് കൊണ്ടുപോയില്ല. ചിത്ര മാത്രമാണത് പഠിച്ച് കലാമണ്ഡലത്തിൽ പഠിച്ചത്. പിന്നെ നമുക്ക് കലാമണ്ഡലത്തിൽ ഒരു ഉസ്ന ബാനു ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ കലാലയത്തിൽ അല്ലി റാണി ടീച്ചർ, ഇവരുടെ അടുത്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. ശ്രീനാഥ് സാറായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് മെമ്മറിയൊക്കെ എങ്ങനെയായിരുന്നു? ശ്രീനാഥ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ശ്രീനാഥിനെ പരിചയമില്ല. അപ്പോൾ ഞങ്ങളൊരു 5 പേരെ മാത്രമേ അന്ന് സെലക്ട് ചെയ്തുള്ളൂ മലയാളം ബാച്ചിൽ നിന്ന്. 22 പേര് ഇൻ്റർവ്യൂവിന് വന്ന് 5 പേർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ശ്രീനാഥ് വന്നപ്പോൾ ശ്രീനാഥിന് നല്ല സ്റ്റാർ ലുക്കുണ്ട്, ലീനും നല്ല ടോളായിട്ടുള്ള, അന്നത്തെ മലയാളത്തിലെ കുറച്ച് സ്റ്റാർസിൻ്റെ ഒരു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രീനാഥനെ നോക്കിയിരുന്നു. പക്ഷേ ശ്രീനാഥ് വന്ന് സംസാരിച്ചു, ഞങ്ങളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. അച്ഛനന്ന് എൻ്റെ പേരൻസ് വന്ന് ഋഷികേശിലാണ്. അപ്പോൾ അന്ന് ഞാനും ശ്രീനാഥും കൂടി ഒരു റൂം തപ്പിപ്പോയി. കൈലാഷ്നാഥും ഉണ്ട്, കൈലാഷൊപ്പമില്ല. ഞങ്ങൾ 3 പേരും കൂടി പോയി തപ്പി. അങ്ങനെ ഓരോ റൂമിലാണ് ഞങ്ങൾ 2 പേരും ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിയുന്നവരേക്ക് താമസിച്ചത്. അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. ആ ഒരു സൗഹൃദം. പിന്നെ നിർഭാഗ്യം എന്ന് പറയാം, അദ്ദേഹം വേഗം പോയി. നല്ലൊരു ഫ്രണ്ടായിരുന്നു, നല്ലൊരു ആക്ടറായിരുന്നു. നമ്മുടെ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആളാണ്. അങ്കിളിന് ഒരു ആക്ടിങ് ടാലൻ്റ് ഉണ്ടെന്ന് ഫസ്റ്റ് അങ്കിളിനോട് പറഞ്ഞതാരാണ്? അല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ ഈ ഋഷികേശിലൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബേസിക്കലി മലയാളം സിനിമ ഞങ്ങൾക്ക് അന്ന് ഈ ചെന്നൈയിലൊക്കെ ഒരു ന്യൂ എലിഫൻസ്റ്റൺ എന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ വരുള്ളൂ. അത് കുറേ ദൂരെ, നമ്മളങ്ങനെ മലയാള സിനിമ അധികം കാണാറില്ല. നാട്ടിൽ വരുമ്പോഴാണ് പോയി കാണുന്നത്. അത് കൂടുതൽ കാണുന്ന ഹിന്ദി സിനിമകളാണ്. അപ്പോൾ ഋഷികേശ് ചെന്നപ്പോഴും ഹിന്ദി സിനിമകൾ. അപ്പോൾ ഞാൻ രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ആക്ടറുടെ വലിയൊരു ഫാനായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങേരെ കുറേയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക, നടക്കുക, ഹെയർ സ്റ്റൈല്, ഇത് ഡ്രസ്സിങ്.
പിന്നെ അദ്ദേഹം പഠിച്ച് സിനിമയിൽ പറഞ്ഞിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ പഠിച്ച് വെക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ പറയാറുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും വൈ ഡോണ്ട് യു ഗോ ആൻഡ് ട്രൈ ഇൻ മൂവീസ്. അപ്പോൾ അങ്ങനെ ഒരു എന്തോ എൻ്റെ മനസ്സിൽ അതുവരെയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ബിക്കോസ് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. ഇന്ന് കുറേയും കൂടി ഈസിയാണ്. ബിക്കോസ് ഇന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കയറി വരാം. നല്ല സ്റ്റേജ് പെർഫോമൻസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നായിരിക്കാം, എന്തിനും. പക്ഷെ അന്ന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മളെ കയറ്റുക പോലും ഇല്ല ഒരു ഓഫീസിലോട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്തോ ഒരു ഭാഗ്യം പോലെ എല്ലാം സംഭവിച്ചു പോയി, അത്ര തന്നെ. അങ്കിള് ഫൈനലി സിനിമയിൽ ഇങ്ങനെയൊക്കെ വന്ന് അച്ഛൻ്റെയും സുരേഷ് അങ്കിളിലേക്ക് അടുത്ത് വന്ന് പെട്ടത് എങ്ങനെ? അല്ല, ആക്ച്വലി ഞാൻ മോഹൻലാൽ വഴിയാണ് ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. ബിക്കോസ് മോഹൻലാൽ ഞാൻ അഞ്ചൽ വരഞ്ഞപ്പോൾ ഒരുമിച്ച് വന്നു. അപ്പോൾ ഈ മോഹൻലാലിനെ കാണാൻ എല്ലാവരും വരും. സുരേഷ്, സനൽ, പ്രിയദർശൻ, പിന്നെ വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് ട്രിവാൻഡ്രത്തുള്ള. ഇവരൊക്കെ എപ്പോഴും മോഹൻലാലിൻ്റെ കൂടെ. അപ്പം ഞാനും അതിലങ്ങ് വിട്ടുപോയതല്ല, അവരുമായിട്ടുള്ളൊരു അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഇവർ ചെന്നൈയിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദം അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ടായി. പിന്നെ സുരേഷ് ആദ്യമായിട്ട് കൂലി എന്ന് പറഞ്ഞൊരു സിനിമ നിർമ്മിച്ചപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വന്നതിൽ അഭിനയിച്ചു. പിന്നെ അവിടുന്ന് കുറേ സിനിമകളിൽ പൂച്ചക്കൊരു മൂക്കുത്തി, ഓർഡർ ദമ്മാവാൾ, അയൽവാസി, ഒരു ദരിദ്രവാസി, പറയാനവേ, കുറേ സിനിമകളിൽ സുരേഷിൻ്റെ അഭിനയിച്ചു. അപ്പോൾ അവിടുന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അവിടെ എന്നെ കാണാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മേനകയായിട്ട് കുറേ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ സുരേഷും മേനകയായിട്ട് അടുത്തു. പക്ഷെ അന്നത്തെ ബെസ്റ്റ് റൂമർ ശങ്കർ മേനകയാണ്. അതെ അതെ. അല്ല, അത് വേറെ, അത് സിനിമ, ഇത് ലൈഫ്. അപ്പോൾ അങ്ങനെയാണ് മേനകേനെയൊക്കെ പരിചയപ്പെടുന്നതും ഒക്കെ. പിന്നെ ഇന്നും ഞങ്ങളുടെ ആ സൗഹൃദം അതേപോലെ തന്നെയുണ്ട്. സുരേഷ് അങ്കിൾ മേനക ആൻറ്റി ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അങ്കിളിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അങ്കിൾ പറഞ്ഞു സുരേഷ് അങ്കിളിൻ്റെ ഇൻ്റർവ്യൂ, അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു. ഇപ്പം ശങ്കർ അങ്കിളും ഇത് തന്നെ പറയുന്നു. എല്ലാവരുടെയും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ ലവ് സ്റ്റോറിയാണ്. അതെ അതെ അതെ. ബിക്കോസ് ആ സമയത്ത് മേനക വൺ ഓഫ് ദ ലീഡിങ് ആക്ട്രസ്സാണ്. പിന്നെ ഞങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ സിനിമകളെല്ലാം ഹിറ്റാണ്, പാട്ടുകൾ എല്ലാം. അപ്പം അങ്ങനെ ആ സമയത്ത് സുരേഷ് ഒരു പ്രൊഡ്യൂസറാണല്ലോ. അപ്പോൾ സുരേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് പൂച്ചക്കൊരു മൂക്കുത്തിയുടെ ഇതിൽ നീ ഒന്ന് പറഞ്ഞ് മേനക അടുത്ത് ഡേറ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ മേനകൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മേനക പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഞങ്ങൾ അന്നത്തെ കാലത്ത് ഒരു തലയരകം 300 days ഹിറ്റ്, 365 days. ഓക്കെ, 365 days. ഓക്കെ, അത്ര ഹിറ്റ്. ഫസ്റ്റ് പടം, ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആക്ച്വലി നമ്മളാരും ഈ ഒരു ചിത്രം, ഒന്നാമത് അതെല്ലാം പുതുമുഖങ്ങളാണ്. അതിൽ ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ക്യാമറാമാൻ ആയാലും. ക്യാമറാമാൻ മാത്രം അതിന് മുമ്പ് ഏതൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പിന്നീട് നമ്മളെല്ലാവരും പറഞ്ഞ് ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ടി രാജേന്ദ്രനായിരുന്നു അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും പാട്ടൊക്കെ എഴുതിയത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു ചാൻസ് കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ എന്നെ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളി പറഞ്ഞു ഈ പയ്യൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അവർ 1-2 പേരെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് എന്തോ അതൊരു വലിയ സ്റ്റോറിയാണ് പിന്നീട്. അപ്പോൾ അത് അവർ പിന്നെ ഫൈനലി എന്നിലേക്ക് വന്നു. അങ്ങനെ ആ സിനിമ എടുത്തു. പക്ഷെ ആ സിനിമ ഇങ്ങനെ ഓടുന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റായി മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് എല്ലാം പുതിയ ആൾക്കാരാണ്. ഒരു പുതിയ ആളൊരു സിനിമയിൽ വരുമ്പോൾ ആ സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് റിലീസ് ചെയ്യാനും തിയേറ്ററിലേക്ക് ആൾ വരണം എന്നൊക്കെ. പക്ഷേ എന്താണെന്നറിയില്ല, ആ ഒരു കോമ്പിനേഷൻ സ്റ്റാർസുകളും ഡയറക്ടറായാലും എല്ലാവരുടെയും സമയം എല്ലാവരുടെയും ഒരുമിച്ച് നല്ലൊരു സമയമായിരുന്നു തോന്നുന്നു. അതിറങ്ങി ആദ്യത്തെ ഒരു 3 ദിവസം പടം ഭയങ്കര ഡള്ളായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ അങ്ങ് കൊളുത്തി. പിന്നെ അതൊരു 365 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറുന്നത്. എൻ്റെ അറിവിൽ കോയമ്പത്തൂർ 450 ദിവസം കളിച്ചു. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഹിറ്റാവുക എന്ന് പറയുന്നത്. പക്ഷേ അത് ഫ്ലോപ്പായി പോയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രഗിളാണ്. അങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ആ സിനിമ ഒരു തലരാഗം എന്ന് പറയുന്ന സിനിമ എല്ലാം പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു കാലം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫെമിലിയർ ആയുള്ള ഫേസിൻ്റെ മാത്രം പടങ്ങൾ ഓടുന്ന ഒരു ടൈമായിരുന്നു മലയാളത്തിലുണ്ടായിരുന്നത്. ഇപ്പൊ വീണ്ടും അത് മാറിയില്ലേ? അത് മാറി. അതിൻ്റെ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കി കണക്ക് പറയണ്ട. ബിക്കോസ് അത് എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ആരും കാണാതെ പോകുന്നുണ്ട്.
അതിൽ ചില സിനിമകൾ കയറി ഓടുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു പരസ്യം, ഒരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ സിനിമ നന്നായാൽ മാത്രം പോരാ. ആ സിനിമയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. പബ്ലിസിറ്റി ആണെങ്കിലും അതേമാതിരി എല്ലാ രീതിയിലും ആ സിനിമയെ പൊക്കി കൊണ്ടുവരണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, പിന്നെ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ സിനിമ കിട്ടുക. ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തിയേറ്റേഴ്സ് കിട്ടും, അപ്പോൾ അവർക്കത് കുറച്ചുകൂടി പുഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇന്ന് സിനിമ പോകുന്നത്. പക്ഷേ എത്ര സിനിമ ഓടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കണക്കെടുത്ത് നോക്കി അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ചില സിനിമകൾ ഓടുന്നുണ്ട്, ചിലത് ഓടുന്നില്ല. നല്ല സിനിമകൾ ഓടുന്നില്ല, വലിയ സിനിമകൾ ഓടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇത് മലയാളം മാത്രമല്ല എല്ലാ ലാംഗ്വേജും കടന്നു പോകുന്നത് ഇന്ന്. ബിക്കോസ് ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് OTT-യിൽ വരുമല്ലോ അപ്പോൾ കാണാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ പോയി. ഒരു ഏജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, യൂത്ത് പോകുന്നുണ്ട്. ആൻറ്റി ഒരു മൂവി എന്തൂസിയാസ്റ്റ് ആണോ? ആണോ ചോദിച്ചാൽ സത്യം പറയാനല്ല. ഞാൻ മോർ ഓഫ് പാട്ടിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് സിനിമയോട് അങ്ങനെ വിരോധം ഉണ്ടായിട്ടല്ല, ഞാനങ്ങനെ കുറവാണ് സിനിമ കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ UK-യിൽ വരുന്ന എല്ലാ സിനിമയും പോയി കാണുന്നുണ്ട്. അതിപ്പോ വേറെ നമുക്കൊരു നാടായിട്ടുള്ള ഒരു കണക്ഷൻ ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് അവിടെ. അല്ല, അങ്കിളുടെ മൂവി ഏതാണ് ആൻറ്റിക്ക് ഏറ്റവും ഫേവറേറ്റ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ സത്യം പറയാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അത്രയ്ക്കൊരു ഫിലിമിനോട് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ തിയേറ്ററൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് തിയേറ്റർ, അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചില സെലക്റ്റീവ് മൂവീസിനെ മാത്രമേ നമ്മുടെ പേരൻസ് തിയേറ്ററിൽ കൊണ്ടുപോകും. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആക്ച്വലി നമ്മുടെ തിയേറ്ററിലല്ലായിരുന്നു കളിച്ചത്, അത് വേറൊരു തിയേറ്ററിലായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പം നമ്മൾ പോകുമ്പോൾ കൂടെ 2-3 പേര് ആൾക്കാർ. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ സുഗമോദേവി. അത് ആണ്, ആ പാട്ടും അതെനിക്കിഷ്ടമാണ്. അങ്കിളിന് ഈ ഇൻഡസ്ട്രി വന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? റിഗ്രറ്റൊക്കെ ഉണ്ട്. ബിക്കോസ് ഞാനൊക്കെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു സിനിമകളും ഫെയിമും ഭയങ്കര ഒരുപാട് വലുതായിരുന്നത്. പക്ഷെ എവിടെയോ നമ്മൾ എവിടെയോ ഒരു കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ എന്തോ എവിടെയോ തെറ്റിപ്പോയി. അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇതെല്ലാം അപ്പോൾ ചിന്തിച്ച് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം നമ്മുടെ സമയമാണ്. ബിക്കോസ് എവിടുന്നും ഇല്ലാതെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. എന്നെ മാതിരി 22 പേര് ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അന്ന് ആ ഇതെന്ന് വന്ന 2 പേരാണ് ടോപ്പിലേക്ക് കയറിപ്പോയത്. ഒന്ന് ചിരഞ്ജീവി, ഒന്ന് ഞാനും. ചിരഞ്ജീവി എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ശ്രീനാഥ് കുറച്ച് വന്നു. പക്ഷെ എന്നാലും നമുക്കൊരു ഹൈ ഇതിലേക്ക് കയറിപ്പോകാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുക അതായിരിക്കണം നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നതുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും രീതിയിൽ ഡയറക്ടറായിട്ടോ പ്രൊഡ്യൂസറായിട്ടോ ആക്ടറായിട്ടോ നമുക്ക് ഇത്രയും കാലം പുഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലുതാണ്. ബിക്കോസ് എല്ലാവർക്കും ഒരേമാതിരി സമയം ഉണ്ടാവില്ല, എല്ലാവർക്കും മാറി മറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നത്തെ പിള്ളേർ ദേ ആർ മോർ കെയർഫുൾ. അവർ ഇന്ന് വരുന്ന ഒരു ആക്ടർ പെട്ടെന്ന് അങ്ങനെ കയറി പടം ചെയ്യുന്നില്ല. ഞാൻ 28 പടവും 27 പടവും വർഷം ചെയ്തിട്ടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ സിനിമ ചെയ്യാൻ പാടില്ല. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നസീർ സാറിൻ്റെയൊക്കെ കാലഘട്ടം. അപ്പോൾ അവരൊക്കെ എല്ലാ സിനിമയിലും അഭിനയിച്ചു. പക്ഷെ ഞങ്ങളൊക്കെ വന്നപ്പോഴേക്കും കുറച്ചും കൂടി അതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്തവരൊക്കെ അവർക്കൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഞങ്ങളൊന്നും അങ്ങനെയൊന്നും അത്ര കൂടുതൽ അതിനകത്ത് സിനിമ വരുന്നു, ഏത് സിനിമ വന്നാലും അതങ്ങ് എടുക്കുക, അഡ്വാൻസ് മേടിക്കുക, പോവുക, ആക്ട് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഇപ്പോൾ നമ്മുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ സിനിമകളായിരിക്കും, അവിടെയൊക്കെ നമ്മൾ കൂടുതൽ അടിച്ചു പൊളിയാണ്. മനസ്സിലായോ? ഒരു സിനിമ ഷൂട്ടിങ്, ഒരു പിക്നിക്കിന് പോകുന്ന മാതിരിയുള്ള ഷൂട്ടിങ്ങാണ് അന്ന് നടന്നിരുന്നത്. സോ മേ ബി അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു ചെറിയ ഒരു പിന്നീട് ആലോചിച്ച് ചിന്തിച്ച് വരുമ്പോൾ എവിടെയോ ഒരു ചെറിയ പ്രോബ്ലം പറ്റി എന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മുടെ ജനം TV പ്രേക്ഷകർക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓണം മെസ്സേജ് എന്താണ്? സത്യം പറഞ്ഞാൽ ജനം TVയോട് ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ജനം TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം.
അപ്പോൾ അങ്കിളിനും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. അതുപോലെ തന്നെ ഇതുവരെ എവിടെയും ഇൻ്റർവ്യൂവിൽ ഫേസ് കൊടുക്കാത്ത ആൻറ്റി ഞങ്ങൾക്ക് ഫേസ് തന്നതിലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു, സെയിം ടു യു. And